ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കാരമൽ പുഡിംഗ് ആണ്. അപ്പോൾ ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഈ പുഡിങ്ങിന് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പുഡിങ്ങിനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നോർമലായിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. കാരണം എന്താ വെച്ചാൽ പുഡിങ് നല്ല വൈറ്റ് കളറിലാണ് വരിക. അപ്പോൾ ഈ സൈഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ സൈഡൊക്കെ മാറ്റാം. അപ്പോൾ ഞാൻ മൊത്തം ബ്രെഡിൻ്റെ സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ റെഡിയാക്കി എടുക്കണമെങ്കിൽ അത് വെച്ച് റെഡിയാക്കി എടുക്കുക, അല്ലെങ്കിൽ കളയാവുന്നതാണ്. ഇനി നമ്മൾ ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് ഈ ബ്രെഡ് സ്ക്വയർ പീസായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഇതാ മൊത്തം ബ്രെഡും ഇതേപോലെ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ബൗളിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 1.5 കപ്പ് പാലാണ് എടുത്തത്. അപ്പോൾ നോർമലായിട്ട് തിളപ്പിച്ച് ചൂടൊക്കെ ആറിയ പാലാണ് 1.5 കപ്പ്. പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ കാരമൽ പുഡിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ കാരമലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാതെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തെടുത്തത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചത്. എന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതി. പാൻ തന്നെ പിടിച്ചിട്ട് അങ്ങനെ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഇത് മെൽറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും ചെറിയ തീയിൽ വെക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, നല്ല കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ മൊത്തത്തിൽ മെൽറ്റായാൽ നമ്മുടെ കാരമലൈസ് റെഡിയായി. അപ്പോൾ ഓവറായിട്ട് അങ്ങ് ഡാർക്ക് കളർ ആവണ്ട. അങ്ങനെ ആകുമ്പോൾ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ലൈറ്റ് കളറായിട്ട് വന്നാൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏതിലാണോ നമ്മുടെ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കാരമൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് പെട്ടെന്ന് തന്നെ ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ സ്ലോ ആയാൽ ഇത് കട്ട കെട്ടി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചിട്ടാക്കി കൊടുക്കുക. അപ്പോൾ അടിഭാഗത്ത് മാത്രം ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കാരമൽ അധികം തീയിൽ വെച്ച് ചെയ്താൽ കയ്പ്പ് രസം ഉണ്ടാവും. അതുപോലെ തന്നെ ഒട്ടും തന്നെ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഹാർഡായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാനൊന്നും പറ്റാത്തൊരു പരിവായി മാറും. അപ്പോൾ ഞാനിപ്പോൾ മാക്സിമം എല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് നമുക്കിനി സെറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ടൈം ആയപ്പോഴേക്കും നമ്മുടെ ബ്രെഡ് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 3 മുട്ടയാണ് എടുത്തത്. അപ്പോൾ 3 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി. അപ്പോൾ 2 ടീസ്പൂണ് മിൽക്ക് പൗഡറാണ് ചേർത്തത്. പിന്നെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നാക്കി തന്നെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഓവറായിട്ട് അങ്ങ് മിക്സ് ആക്കൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയിലിട്ടിട്ട്. അപ്പോൾ നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയും ബ്രെഡും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം.
ഇപ്പോൾ ദാ നമ്മുടെ മിക്സിയിൽ നന്നായിട്ട് നടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത് ഈ കാരമൽ ഒഴിച്ച് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച പാത്രമില്ലേ, അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ദാ കാരമലൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബബിൾസൊക്കെ ഒഴിവാക്കാം കേട്ടോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ കുക്കായി വരുമ്പോൾ ഒരു ഭംഗി കാണൂല. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ചാലും മതി. ഞാനിപ്പോൾ ബട്ടർ പേപ്പറാണ് വെക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ റെഡിയാക്കണം. അപ്പോൾ ഞാൻ വലിയൊരു ചെമ്പട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തിരികെ വെച്ച് കൊടുത്തതാണ്. ഇതിലേക്കാണ് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആവിയിലാണ് ഇത് വെന്ത് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ എന്തിനാണ് അത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആവി കയറിയിട്ട് വെള്ളം താഴേക്ക് വീഴുമ്പോൾ ഇതിൽ വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ പേപ്പറിൻ്റെ മുകളിൽ. കാരണം എന്താ വെച്ചാൽ ആവി നമ്മുടെ പുഡിങ്ങിലും ആവി ഉണ്ടാവും, അത് മുകളിലേക്കും വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു വെയിറ്റും വെച്ച് കൊടുക്കാം. ഒരു 40-45 മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. അപ്പോൾ അത് ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കത്തിയോ സ്ക്യൂറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇല്ലെങ്കിൽ മാവ് ഒട്ടി പിടിക്കും. ചൂട് വെള്ളത്തിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാനിത് ഫ്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഫ്ലിപ്പ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി കാണുള്ളൂ, ഇല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഭംഗി കാണൂല. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയൊരു ട്രേയിലേക്കാണ് ഇത് ഫ്ലിപ്പ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സ്മൂത്താണ് സംഭവം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും റെഡിയാക്കി നോക്കുക. വളരെ സിമ്പിളാണ്, വീട്ടിലുള്ള ചേരുവ മാത്രം മതി. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.